ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 12-ാം വാരം ചൊവ്വ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയും 80 വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്ന് തിരുസഭ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 76-ാമത്തെ വാക്യം: നീയോ കുഞ്ഞെ തിന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ നീ അവിടുത്തെ മുൻപേ പോകും. സ്നാപക യോഹന്നാനെ പറ്റി പറയപ്പെടുന്ന വചനങ്ങളിൽ ശ്രദ്ധേയമായ വചനമാണിത്. അത്യുന്നതൻ്റെ പ്രവാചകൻ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ ദാനം, ദൈവത്തിൻ്റെ ദാനം എന്നിങ്ങനെയാണ്. സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുന്നതും യോഹന്നാൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയും 80 വാക്യങ്ങൾ നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ശിശുവായ യോഹന്നാനുമായി ദേവാലയത്തിലെത്തുന്ന മാതാപിതാക്കളെ നാം കാണുന്നുണ്ട്. യോഹന്നാൻ എന്ന പേര് അവന് നൽകപ്പെടണം എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുവാണ്. പിതാവായ സക്രിയ ഒരു എഴുത്തുപലക വരുത്തിയും അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. പിന്നീട് ആ ദേവാലയത്തിൽ നടക്കുന്നതും അത്ഭുതങ്ങളാണ്. സക്രിയായുടെ വായി തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടും സംസാരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇവിടെയെല്ലാം ദൈവവചനം പാലിക്കപ്പെടുന്നുവോ, വിശ്വസിക്കപ്പെടുന്നുവോ, അവിടെ കെട്ടുകൾ അഴിയപ്പെടുകയും യഥാർത്ഥ സ്വാതന്ത്ര്യം നാം അനുഭവിച്ചു തുടങ്ങുകയും ചെയ്യും. ദൈവവചനം വിശ്വസിക്കാതിരുന്ന സക്രിയായിക്ക് സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ: ദൈവത്തിൻ്റെ ദൂതൻ വന്നും ദൈവ കൽപ്പന അറിയിക്കുമ്പോൾ അത് വിശ്വസിക്കാതിരുന്ന സക്രിയായുടെ നാവ് അടക്കപ്പെട്ടു, അവൻ മൂകനായി തീർന്നു. എന്നാൽ എപ്പോഴാണോ വചനം വിശ്വസിച്ചുകൊണ്ടും അത് ജീവിച്ചു തുടങ്ങിയതും അപ്പോൾ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങി, യഥാർത്ഥത്തിലുള്ള സന്തോഷം അനുഭവിച്ചു തുടങ്ങി. പിന്നീട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞും അവിടെ അത്ഭുതങ്ങളും പ്രവചനങ്ങളും നടക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 7-8 വചനങ്ങൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ നിയമം പാലിക്കുന്നവർക്ക് പുതുജീവൻ ലഭിക്കുന്നു. അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവവചനം പാലിക്കപ്പെടുന്നിടത്ത് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ട്. ദൈവവചനം വിശ്വസിക്കാത്തിടത്ത്, പാലിക്കപ്പെടാത്തിടത്തും അഴിയപ്പെടാത്ത കെട്ടുകളാണ്. അവിടെ അസമാധാനവുമാണ്. ദൈവീക ദാനങ്ങൾ തിരിച്ചറിയാൻ സമാധാനവും സന്തോഷവും യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കാൻ നമുക്ക് വചനം ജീവിച്ചു തുടങ്ങാം. ആമേൻ.